അർജുൻ്റെ വീട്ടിൽ അച്ഛമ്മ എല്ലാവരോടും കൂടി പറയാണ്, ഇനി പഴയതുപോലെ ഒന്നും പറ്റില്ല, ജീവിതത്തിലൊരു പ്ലാനിങ് ഒക്കെ വേണം. ഇനി മനസ്സും ശരീരവും വീടും എല്ലാം അതിന് തയ്യാറാകണം. ഇത് കേൾക്കും മധു ആൻറ്റി പറയും, മുമ്പും പ്രസവമൊക്കെ നടന്നിട്ടുള്ള വീടാണിത്. അതെ, നീയും മാധുരിയും അരുണിമയൊക്കെ പ്രസവിച്ച വീട് തന്നെയാണിത്. പക്ഷെ നിങ്ങളാരും പൂജമോൾ അനുഭവിച്ച ദുരന്തത്തിലൂടെ കടന്നു പോയിട്ടില്ല. പിന്നീട് മധു പറയണ്ടേ, എങ്കിൽ അമ്മേ നമുക്ക് പൂജയുടെ പ്രസവം ഒരു ബർത്ത് വില്ലേജിലാക്കിയാലോ, അത് സുഖകരമായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് കേട്ട് വസന്ത പറയും, അതൊരു റിസോർട്ട് പോലെയാണ് അമ്മേ. അപ്പോൾ അർജുൻ പറയും, ഒരു കഥയിൽ പറഞ്ഞാൽ ഇതൊരു ആശുപത്രി തന്നെയാണ്, നല്ല ഡോക്ടേഴ്സും നഴ്സും ഡയറ്റീഷ്യൻസും എല്ലാം അടങ്ങുന്ന നല്ലൊരു ഹോസ്പിറ്റൽ. ഇതെല്ലാം കേൾക്കുമ്പോൾ പൂജ പറയാണ്, ഞാൻ എവിടെയും പോകുന്നില്ല, എനിക്ക് അവിടെ പോയാൽ നിങ്ങളെല്ലാം മിസ് ചെയ്യും. ഈ വീടും അച്ഛമ്മയും അമ്മയും എല്ലാവരും ഉള്ളപ്പോൾ എനിക്കെന്തിനാ മറ്റൊരു സ്ഥലം? എൻ്റെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ഏറ്റുവാങ്ങാൻ ഈ മുത്തശ്ശി ഉണ്ടാവണം. ആ കുഞ്ഞിനെ കേട്ട് വളരാൻ മുത്തശ്ശി കഥകളും വേണം. അച്ഛനും അമ്മയും അച്ഛമ്മയും മുത്തശ്ശനും അമ്മയും അമ്മാവന്മാരും ഒക്കെയുള്ള ഒരു വലിയ വീട്ടിൽ എല്ലാവരുടെയും സ്നേഹവും ആ കുഞ്ഞിന് കിട്ടണം. അതിന് ഏറ്റവും നല്ലത് ഈ വീട് തന്നെ ആ കുഞ്ഞ് ജനിക്കാൻ. ഇങ്ങനെയൊക്കെ പൂജ പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പൂജയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ജയിലിലെ റാണി പൊട്ടിക്കരയാണ് കേട്ടോ. ഒന്നാമത് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിലും, പിന്നെ അവൾ കുത്തി മുറിവേൽപ്പിച്ചയാൾ മരണപ്പെട്ടു എന്നറിഞ്ഞതിലും, അപ്പോൾ അവളുടെ വധശിക്ഷയാകും എന്ന് കോർത്തിട്ട് അവൾ പൊട്ടിക്കരയാണ് കേട്ടോ. പിന്നീട് മാസങ്ങൾക്ക് ശേഷം പൂജയെ ആ വീട്ടിലുള്ളവരെല്ലാം പരിചരിക്കുകയാണ് കേട്ടോ. ജ്യൂസ് കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ആരോഗ്യ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ മാധുരിമയും മധുവും അച്ഛമ്മയും എല്ലാവരും കൂടി അവളെ സന്തോഷം നോക്കുകയാണ് കേട്ടോ. അതേസമയം റാണി ജയിലും പൂർണ്ണ ഗർഭിണിയായിട്ട് തന്നെ നിൽക്കുകയാണ്. പൂജയുടെയും റാണിയുടെയും ഡെലിവറി ഏകദേശം ഒരേ സമയത്ത് തന്നെ ആവാനാണ് സാധ്യത. റാണിയെ കാണാൻ ശ്രീകുമാർ ജയിലിലേക്ക് എത്തുകയാണ്. നീ ഈ വിവരം അർജുനെ അറിയിക്കണ്ടെന്ന് സീതമ്മയോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ റാണിയോട് ശ്രീകുമാർ. പ്രസവം കഴിഞ്ഞാൽ 5 വയസ്സ് വരെ കുഞ്ഞിന് അമ്മയോടൊപ്പം ജയിലിൽ കഴിയാം. ശേഷം ഏതെങ്കിലും ശിശുമന്ദിരത്തിലേക്ക് മാറ്റും. അത്രയും കാലത്തെ ജയിൽ ജീവിതവും പിന്നീട് അവിടുത്തെ ജീവിതവും കൂടി ആകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? റാണിയും ചോദിക്കാൻ കേട്ടോ. നീ അനുഭവിച്ചതിനേക്കാൾ വലിയ ട്രോമയിലൂടെ ആയിരിക്കും ആ കുഞ്ഞ് കടന്നു പോവുക. നിന്നേക്കാൾ വലിയ ക്രിമിനലാണോ നീ വളർത്തിയെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ റാണി പറയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്തണം. ഞാൻ വളർന്നു പോലുള്ളൊരവസ്ഥ എൻ്റെ കുഞ്ഞിനുണ്ടാവരുത്. ഞാൻ ഇവിടെ നിന്നും പുറത്ത് കടക്കും. അതിനു മുൻപ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കടത്തണം. തൽക്കാലം എനിക്ക് കഴിയാനുള്ളൊരു സ്ഥലം നീ കണ്ടെത്തണം. ഒരിക്കലും പൂജയുടെയും അർജുൻ്റെയും ജീവിതത്തിൽ ഒരു കരടായിട്ട് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ശ്രീകുമാർ ചോദിക്കുന്നത്, റാണി നീ എന്താ ഇനി ജയിലിൽ ചാടാനാണ് ഉദ്ദേശിക്കുന്നത്? അവിവേകമൊന്നും കാണിക്കരുത്, അത് അപകടമാണെന്നൊക്കെ പറയാണ്. ഞാനെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യാതായി എന്ന് കാണുമ്പോൾ ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അവിടെ നിന്നും ഞാൻ കടന്നു കളയും. എന്നിട്ട് ആരും കാണാത്ത, ഒരിക്കലും ഒരാളും അന്വേഷിച്ച് വരാത്തക്ക ദൂരത്തിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കും. ഇങ്ങനെയൊക്കെ റാണി ശ്രീകുമാറിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് SP കിരൺകുമാർ അർജുനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടേക്ക് അർജുൻ വരികയാണ്. ഒരുപാട് ടൈമായോ, ഞാൻ ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ, എന്താ ഇത്ര അത്യാവശ്യം എന്നൊക്കെ ചോദിക്കുകയാണ് അർജുൻ. ഒരു കാര്യമുണ്ട്, ജയിലിൽ നിന്ന് കിട്ടിയ വിവരമാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, അവളെന്താ ഇവിടെ വല്ല കുഴപ്പം ഒപ്പിച്ചോ ജയിലിൽ അവൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വേറെ ന്യൂസ് ഉണ്ട്, റാണി ഗർഭിണിയാണ് എന്ന് പറയാണ്. ഇത് കേട്ട് അർജുൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇത് കേട്ട് അർജുൻ പറയുന്നുണ്ട്, അതൊരു പക്ഷെ അവളുടെ പുതിയൊരു അടവായിരിക്കും, അവൾ ഗർഭിണിയൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അല്ല അർജുൻ, കോടതി ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ അവർക്കൊരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഡോക്ടർ കണ്ടെത്തിയതാണ് ഇങ്ങനെയെന്ന് പറയാണ്. എന്നാലും കിരൺ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കേണ്ട അർജുൻ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതറിയാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അവൾ നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. മാത്രവുമല്ല നീ അടക്കം നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും അത് പൂജയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല നീയും റാണിയും ഒരു റൂമിലല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞിരുന്നത്. നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ ബന്ധം വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇനി പൂജയാണല്ലോ എന്ന് കരുതി നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചോ അർജുൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കിരൺ. ഇത് കേട്ട ഉടനെ തന്നെ അർജുൻ അങ്ങനെ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കേട്ടോ. എൻ്റെ കുഞ്ഞൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ അവൾ എന്നേക്കാളും ഡീസൻ്റ് ആയിരുന്നു, അതവൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയാണ്. ഞാൻ പൂജയാണെന്ന് കരുതി പലപ്പോഴും അവളെ ഞാൻ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവൾ അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരുന്നത്. നിനക്കറിയാലോ കിരൺ, അന്ന് ആ ആക്സിഡൻറ്റ് പറ്റി തീരെ വയ്യാതിരിക്കുന്ന ഒരു സമയത്തല്ലേ നീ റാണിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പൂജയാണെന്ന് പറയുന്നത്. പിന്നെ ഡിസ്ചാർജായി വീട്ടിലെത്തിയെങ്കിലും നേരെ ചൊവ്വേ നിൽക്കാനുള്ളൊരു കഴിവ് പോലും എനിക്കില്ലായിരുന്നു. അമ്മയുടെയും റാണിയുടെയും അങ്ങനെ പലരുടെയും സഹായം കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്തു പോന്നിരുന്നത്.
അന്നൊക്കെ അവൾ ഒരുമിച്ചൊരു ബെഡിൽ പോലും കിടക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നിർബന്ധിക്കുമ്പോഴെല്ലാം അവൾ പറയും, ഉറക്കത്തിലെങ്ങാനും എൻ്റെ കയ്യോ കാലോ അച്ചുവേട്ടൻ്റെ മേൽ വന്ന് വീണാൽ അത് പിന്നെ ഒരു പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ട് താഴെയായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ സ്വയം എണീറ്റ് നടക്കാനായപ്പോൾ അവൾ മദ്യത്തിൽ ഗുളിക കലക്കി തന്നിട്ട് എന്നെ അത് ശീലിപ്പിച്ചെടുത്തു. ആ ഒരു ടൈമിലാണ് ഞാൻ രാവിലെ വൈകി ഉണർന്നതും എനിക്ക് കോടതിയിൽ നിന്നും കേസ് ആദ്യമായിട്ട് പരാജയപ്പെടാനൊക്കെ ഇടയുണ്ടായത്. പിന്നീട് അവളുടെ ആ ഒരു കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചപ്പോഴേക്കും ഇത് പൂജയല്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നീട് ഒരു നോട്ടം കൊണ്ടോ എൻ്റെ കൈ കൊണ്ടോ അവളെ തൊടാൻ ഞാൻ മടിച്ചിരുന്നു. അത്രക്കും വെറുപ്പായിരുന്നു എനിക്ക്. ഇതിനിടയിൽ എങ്ങനെ കിരൺ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇല്ല, ഇതെൻ്റെ കുഞ്ഞല്ലേ, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എനിക്കൊരു നിമിഷം പോലും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചത് കൊണ്ട് അർജുനൊന്നും വിഷമം തോന്നണ്ട. ഞാൻ എൻ്റെ ഒരു സംശയം അർജുന് മുന്നിൽ വെളിപ്പെടുത്തിയെന്നുള്ളൂ. ഇനി ഇതിന് പിന്നിൽ ആരാണെന്ന് റാണിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആയിടെ അവൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ പുറത്തു പോയി വരാറുണ്ട്. മാത്രവുമല്ല ശ്രീകുട്ടൻ എന്നൊരാളുമായിട്ട് അവൾക്ക് ബന്ധവും ഉണ്ടായിരുന്നു. ഇനി അതിലെങ്ങാനും സംഭവിച്ചതായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ നല്ല സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി അവിടെ നിന്ന് പിരിയാൻ കേട്ടോ. അർജുൻ റാണി ഗർഭിണിയാണെന്ന വിവരം അമ്മയോടോ അച്ഛമ്മയോടോ പൂജയോടോ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അവൻ ആ ഒരു വിഷയം തീരെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. മാത്രവുമല്ല ഇതറിഞ്ഞാൽ പൂജയ്ക്ക് ഈ ഒരു ടൈമിൽ വിഷമമാവും എന്നൊക്കെ അറിയാം. അപ്പോൾ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യം അവൻ മറച്ചു വെച്ചത്. അങ്ങനെ പൂജയ്ക്ക് അച്ഛമ്മയുടെയും മാധുരി അമ്മയുടെയും മറ്റു എല്ലാവരുടെയും സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയും മാസങ്ങൾ കടന്നു പോയി. അവസാനം ഡെലിവറി ഡേറ്റ് അടുത്തു അവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ റാണിയും ഡെലിവറി ഡേറ്റ് ആയപ്പോൾ സെയിം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. റാണി മുൻപ് ശ്രീകുമാർ ജയിലിൽ വന്ന ടൈമിൽ അവളുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടണം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ശ്രീകുമാർ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പൂജയുടെ അടുത്ത് മാധുരി അമ്മയും അർജുനുമാണ് ഉണ്ടായിരുന്നത്. മാധുരിയമ്മ പറയുന്നുണ്ട്, എൻ്റെ പൂജമോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞത്. ഇപ്പോഴിതാ എൻ്റെ മോൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് ചിരിക്കുകയാണ് കേട്ടോ അർജുനും മാധുരി അമ്മയും പൂജയൊക്കെ. അങ്ങനെ പൂജയ്ക്ക് പെയിൻ വന്നിട്ട് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അതേസമയം തന്നെ റാണി അഡ്മിറ്റ് ആയതിനു ശേഷം ബെഡിലിങ്ങനെ കിടന്നുറങ്ങാണ്. ആ ഒരു സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. റാണി മാഡം എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ റാണി തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയം അവർ മുഖത്തിൽ നിന്ന് മാസ്ക് മാറ്റിയിട്ട് റാണിയെ നോക്കുന്നുണ്ട്. അത് ശ്രീകുമാർ പറഞ്ഞയച്ച ഗുണ്ടയായിരുന്നു കേട്ടോ. റാണി അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ശ്രീകുമാറിനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ശ്രീകുമാർ ഏർപ്പാടാക്കി അയച്ചതായിരുന്നു ആ ഗുണ്ടയെ. അവരൊരു നഴ്സിൻ്റെ വേഷം ധരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അവരോട് റാണി പറയുന്നത്, കാര്യങ്ങളെല്ലാം ശ്രീകുമാർ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളുടെ ബോസ് കമ്മീഷണർ പറഞ്ഞ അതേ കാര്യങ്ങൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് പിഴച്ചു പോയി എന്ന് പറയാം കേട്ടോ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ പ്ലാനുകളൊക്കെ അദ്ദേഹത്തോട് ഷെയർ ചെയ്യാൻ കേട്ടോ, ആരും കേൾക്കാണ്ട്. അങ്ങനെ റാണിയെയും ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. പിന്നീട് ലേബർ റൂമിന് പുറത്ത് മാധുരി അമ്മയും അർജുനും അച്ഛമ്മയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പൂജയുടെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട്. അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒരു നഴ്സ് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റാണിയുടെ കൂടെ വന്നവർ നിങ്ങളാണോ? ആരാണ് റാണിയുടെ കൂടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അർജുനൊക്കെ വല്ലാണ്ട് ഷോക്കാണ്. റാണിയോ? നഴ്സിന് ആൾ മാറിപ്പോയതാണോ? പൂജയുടെ കൂടെ വന്നവരാണ് ഞങ്ങളെന്ന് പറയാൻ കേട്ടോ മാധുരി അമ്മയും അർജുനും കൂടി. അല്ല, ഇത് റാണി പ്രസവിച്ചിട്ടുണ്ട് എന്നറിയിക്കുകയാണ്.